രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ മറ്റൊരു ശ്രദ്ധേയമായ നീക്കം കൂടി ഉണ്ടായിരിക്കും. അതായത് ഒന്നാം ബലാത്സംഗ കേസാണ്. ഒന്നാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയിൽ എത്തിയിരിക്കും. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പരാതിക്കാരിയുടെ മറുപടി സത്യവാങ്മൂലം. രാഹുൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളി എന്നും ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി. കേസിൽ ഇന്ന് ഈ കേസ് പരിഗണിക്കാനിരിക്കെ കഴിഞ്ഞ തവണ ഈ പരാതിക്കാരി തന്നെ ഈ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകുകയും അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കോടതി അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത് ആ അപേക്ഷയിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് തനിക്ക് കുറെ അധികം കാര്യങ്ങൾ കോടതിയിൽ പറയാനുണ്ട്, തന്റെ കൂടി ഭാഗം കേട്ട ശേഷമായിരിക്കും, പ്രത്യേകിച്ച് അതിരൂക്ഷമായ സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുലിന് ജാമ്യം നൽകുന്നതിനെ എതിർക്കാൻ തനിക്ക് ചില മതിയായ കാരണങ്ങളുണ്ട്, അതുകൂടി കേട്ട ശേഷമായിരിക്കണം കോടതി തീരുമാനമെടുക്കുക. അത് അംഗീകരിച്ച കോടതി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു മറുപടി സത്യവാങ്മൂലമായി ഒരു കൗണ്ടർ അഫിഡവിറ്റായി കോടതിയിൽ കൃത്യമായി നൽകണമെന്നുള്ളതാണ് കോടതി അന്ന് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അതിജീവിതയുടെ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുടെ കൗണ്ടർ അഫിഡവിറ്റ് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. ഒന്ന്, രാഹുൽ ഒരു ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണ്, അതുകൊണ്ട് ഗർഭിണിയായിരിക്കെ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. താൻ ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്നത് രാഹുൽ പറയുന്നത് അത് താൻ കൂടി ചെയ്തതാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഗർഭഛിദ്രം നടത്തിയത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്റെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലുണ്ട്. ആ രാഹുലിന് ഇത് മുൻകൂർ ജാമ്യം നൽകിയാൽ തന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്താകുമെന്ന് തനിക്ക് ഭയമുണ്ട്.